എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ലഞ്ച് വ്ലോഗാണ്. ഇന്നത്തെ ലഞ്ച് മെനു എന്ന് പറയുന്നത് ഞാൻ പടറ്റിക്കാ കൊണ്ട് ഒരു പുഴുക്ക് പോലെ വെക്കുന്നുണ്ട്. തോരനല്ല, തേങ്ങയൊക്കെ അരച്ചൊരു പുഴുക്ക് പോലെയാണ് വെക്കുന്നത്. പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. പിന്നെ മീൻ വറക്കാം. പിന്നെ കുറച്ച് മീൻ കൂട്ടാൻ ഇരിപ്പുണ്ട്, ഇന്നലത്തെ മീൻ കൂട്ടാൻ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കായ അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം, അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ തോരനൊക്കെ അരിയുന്ന പോലെയാണ് അരിയേണ്ടത്, ചെറുതായിട്ട്. പിന്നെ ഇത് മീൻകറി ഉള്ളപ്പം ഇതൊരു നല്ല കോമ്പിനേഷനാണ്, ഈ ഏത്തയ്ക്ക അല്ലെങ്കിൽ കായ ഇങ്ങനെ പുഴുക്ക് പോലെ വെക്കുന്നത് അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. അപ്പം ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് ആദ്യം നമുക്കിത് അരിഞ്ഞ് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒഴിച്ചുകറിക്ക് ഞാൻ വിചാരിച്ചു പുളിശ്ശേരി, ടൊമാറ്റോ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാവുന്ന തക്കാളി പുളിശ്ശേരി. നല്ല ടേസ്റ്റാണ് തക്കാളി പുളിശ്ശേരി. അപ്പം അത് ഉണ്ടാക്കാം, തേങ്ങയൊന്നും അരയ്ക്കാത്ത നോർമൽ ഒരു പുളിശ്ശേരി. പിന്നെ ഇത് വേവിക്കുമ്പം നമുക്ക് കുറച്ച് വെന്ത് തന്നെ ഇരിക്കണം, അല്ലാതെ നമ്മുടെ മെഴുക്കുവരട്ടിയും നമ്മുടെ എന്താ പറയുന്നത് തോരനും ഒക്കെ എടുക്കുന്ന പോലെ ഡ്രൈ ആക്കി എടുക്കണ്ട, കാരണം പുഴുക്കല്ലേ, അപ്പോൾ ഒന്ന് കുഴഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം മീൻ ഞാൻ ഓൾറെഡി അയിലയാണ്, വലിയ 2 അയിലയാണ്, ഫുൾ അയില. ഒത്തിരി നാളായി മുഴുവനായിട്ടൊരു ഇങ്ങനെ അയില വറുത്തിട്ട് ഞാൻ വിചാരിച്ചു അത് ഞാൻ ഇന്നലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും എല്ലാം പാകത്തിന് പുരട്ടിയാണ് ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കായ അങ്ങ് തിളച്ച് തൂവിപ്പോയി. ഈ സമയത്ത് ഞാൻ മറ്റേത് നമ്മുടെ മീനിന് വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പം ഇതപ്പം തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ പണി പാളും, കാരണം അതങ്ങ് മഞ്ഞൾപ്പൊടി ചേർന്ന വെള്ളമല്ലേ, അതവിടെ അങ്ങ് പിടിച്ചങ്ങ് വൃത്തികേടാവും. അപ്പോൾ ഞാനതങ്ങ് വൃത്തിയാക്കിയിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതിലെല്ലാം മഞ്ഞ നിറം ഇങ്ങനെ കട്ടിയിൽ പിടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ അടിയിലും വീണു. അപ്പോൾ അത് ഞാനങ്ങ് വൃത്തിയാക്കുകയാണ്. പിന്നെ ഞാൻ മീനിപ്പം അരപ്പല്ല, നമ്മുടെ മീനിന് മുളക് തേച്ച് എല്ലാം വറക്കാൻ വേണ്ടി വെക്കണമല്ലോ, അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഞാൻ ഓൾറെഡി പുരട്ടി ആണ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാം. മൊത്തം ഐസ് അങ്ങോട്ട് പോയിട്ടില്ല, എന്നാലും സാരമില്ല. എന്തായാലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇതിനും വറക്കത്തുള്ളൂ. ഇനി നമുക്ക് പുഴുക്കിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ തേങ്ങ ചിരകിയത്, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ വേറൊന്ന് മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാനങ്ങനെ ചേർത്തില്ല. മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ അത്രേ ഉള്ളൂ, അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ കായയുടെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ഇനി നമുക്ക് ടൊമാറ്റോ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് കടുക്, മുളക്, ജീരകം, ഉലുവ ഇത്രയും ഒന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചതിന് ശേഷം തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം അതവിടെ ഇരുന്ന് വഴയട്ടെ. ആ സമയത്ത് ഈ നമ്മുടെ കായ്ക്കകത്തേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം അരപ്പ്. അതും കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഏത്തയ്ക്ക കൊണ്ടുള്ള പുഴുക്ക് റെഡിയായി കിട്ടും. പിന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വലിയ ബർണറിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇനിയും ഇത് വഴണ്ടി കഴിയുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗ കത്തിച്ചില്ല, കാരണം നമുക്കിനിയും ഉടച്ച തൈര് ചേർക്കേണ്ടതാണ്. അപ്പം ഉള്ള ചൂട് മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ചൂട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒന്നാമത് നമ്മുടെ ചട്ടിയാണ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തൈര് ഉടച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മീൻ വറക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൊമാറ്റോ പുളിശ്ശേരി എളുപ്പം റെഡിയാവുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. പിന്നെ അടുത്തത് മീൻ വറക്കാൻ ഞാൻ പുരട്ടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പം സാധാരണ പോലെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുക. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഊണ് റെഡിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് മീൻകറിയും കൂടെ ഇരിപ്പുണ്ട്. ഇന്നലത്തെ അയലക്കറി ഇരിപ്പുണ്ട്. അപ്പം അതും ഈ പുഴുക്കും മീൻ വറുത്തതും പിന്നെ ഈ പുളിശ്ശേരി എല്ലാം കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.